വെൽക്കം ടു പോൾസൺസ് ഇംഗ്ലീഷ് ക്ലാസ്സസ് ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് പ്രസ് റൈറ്റിംഗ് തന്നെയാണ്. പക്ഷെ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രസ്സി എങ്ങനെ എഴുതാം എന്നാണ് ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇവിടെ നമുക്കൊരു പാസേജ് ഉണ്ട്. ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു പ്രസ്സിയെ എഴുതാൻ നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഫ്രണ്ട്സ്? നമ്മളിത് ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ചു നോക്കണം, അല്ലേ? അപ്പോൾ എന്താണ് ഇവിടെ എഴുതിയിട്ടുള്ളത്? എ മാൻ മേ യൂഷ്വലി ബി നോൺ ബൈ ദ ബുക്സ് ഹി റീഡ്സ് ആസ് വെൽ ആസ് ദ കമ്പനി ഹി കീപ്സ്. അതായത് ഒരാളുടെ വ്യക്തിത്വം മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹം ആരോടൊപ്പമാണ് കൂടുതൽ സമയം ചെലവഴിക്കുന്നതെന്ന് നമ്മൾ നോക്കണം. അതായത് അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സ് ആരൊക്കെയാണെന്ന് നമ്മൾ നോക്കണം. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് അദ്ദേഹം വായിക്കുന്ന പുസ്തകങ്ങളും എങ്ങനത്തേതാണെന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ എന്ത് മനസ്സിലാക്കാൻ സഹായിക്കും? ഈ ആൾ എത്രക്കാരനാണെന്ന് മനസ്സിലാക്കാൻ സഹായിക്കും. ഓക്കെ, എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം നമ്മൾ for there is a companionship of books as well as of men, and one should always live in the best company, whether it be of good books or men. കാരണം നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ബുക്സിനോടൊപ്പം ഉണ്ട്, അതേപോലെ തന്നെ വ്യക്തികളോടും ഉണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? ഏറ്റവും നല്ല ബുക്സ് ആയിരിക്കണം നമ്മുടെ ഫ്രണ്ട്സ്, അതേപോലെ തന്നെ ഏറ്റവും നല്ല ആൾക്കാരായിരിക്കണം നമ്മുടെ ഫ്രണ്ട്സ്. അതാണ് ഈ ഫസ്റ്റ് സെന്റൻസിന്റെ അർത്ഥം. ഓക്കെ, അത്യാവശ്യം ലോങ് ആയിട്ടുള്ള സെന്റൻസ് ആണ്, അല്ലേ? ഇനി നെക്സ്റ്റ് സെന്റൻസിന്റെ അർത്ഥം എന്താണ്? എ ഗുഡ് ബുക്ക് മേ ബി എമംഗ് ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ്. ഒരു നല്ല പുസ്തകം ഒരു നല്ല ഫ്രണ്ട് ആണ്. ഇറ്റ് ഈസ് ദ സെയിം ടുഡേ ദാറ്റ് ഈസ് ഓൾവേസ് വാസ് ആൻഡ് ഇറ്റ് വിൽ നെവർ ചേഞ്ച്. ഇത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇന്ന് മാത്രമല്ല, പണ്ടും അങ്ങനെ തന്നെയാണ്, ഇനി ഭാവിയിലും അങ്ങനെ തന്നെയാണ്. എന്താണ്? ഒരു നല്ല ബുക്ക് നല്ല ഫ്രണ്ടാണ്. അത് എന്താണ്? എപ്പോഴും ഒരു ഫ്രണ്ടാണ്. പണ്ടും നമ്മുടെ ഫ്രണ്ടായിരുന്നു ഒരു പുസ്തകം, അല്ലേ? ഇന്നും ഫ്രണ്ടാണ്, നാളെയും ഒരു നല്ല ഫ്രണ്ട് ആയിരിക്കും. എങ്ങനത്തെ പുസ്തകം? നല്ല പുസ്തകമാണ് കേട്ടോ, ഗുഡ് ബുക്ക്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് പേഷ്യൻ ആൻഡ് ചിയർഫുൾ ഓഫ് കമ്പനീസ്. വളരെ ക്ഷമാശീലമുള്ളതാണ്, അതേപോലെ തന്നെ വളരെ നല്ല ഹാപ്പിയാണ്. എന്ത് പുസ്തകം? ഇറ്റ് ഡസ് നോട്ട് ടേൺ ഇറ്റ്സ് ബാക്ക് അപ്പോൺ അസ് ഇൻ ടൈംസ് ഓഫ് അഡ്വേഴ്സിറ്റീസ് ഓർ ഡിസ്ട്രെസ്. എന്താണ് അഡ്വേഴ്സിറ്റീസ് എന്ന് പറഞ്ഞാൽ? എന്താണ്? ബുദ്ധിമുട്ടുകൾ, അല്ലെ? ഡിസ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടതകൾ. ഈ സമയത്തൊന്നും എന്ത് ചെയ്യുന്നില്ല പുസ്തകം? ഇറ്റ് ഡസ് നോട്ട് ടേൺ ഇറ്റ്സ് ബാക്ക് അപ്പോൺ അസ്. ഇതൊരു ഇഡിയമാണ്. ടേൺ വൺസ് ബാക്ക് അപ്പോൺ സംബഡി. ഇതൊരു ഇഡിയമാണ്. നമ്മൾ മലയാളത്തിൽ ശൈലി എന്ന് പറയും, അല്ലെ? ഇപ്പൊ ഉദാഹരണത്തിന് എന്താണ്? ഹീസ് ദ ആപ്പിൾ ഓഫ് മൈ ഐ എന്ന് പറഞ്ഞ എന്താ? ഹീസ് ദ ആപ്പിൾ ഓഫ് മൈ ഐ എന്ന് പറഞ്ഞ എന്താ? അതിനർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ എൻ്റെ കണ്ണിലത്തെ ആപ്പിൾ എന്നല്ല അർത്ഥം വരുന്നേ. അവൻ എൻ്റെ കണ്ണിലുണ്ണിയാണ്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ്. അതാണ് എന്തിന്റെ അർത്ഥം? ദി ആപ്പിൾ ഓഫ് മൈയുടെ അർത്ഥം. ഓക്കെ, അതേപോലെ തന്നെ ഒരു ശൈലിയാണ് ഇത്. ആപ്പിൾ ഓഫ് മൈ ഐ. സോറി, ഇത് കുറച്ച് തിക്നെസ് കൂട്ടാം. ആപ്പിൾ ഓഫ് മൈ ഐ. നമ്മൾ മലയാളത്തില് കണ്ണിലുണ്ണി എന്ന് പറയില്ലേ നമ്മള്? അത് തന്നെയാണ് ഇവിടെ അർത്ഥം. ആപ്പിൾ ഓഫ് മൈ ഐ എന്ന് പറഞ്ഞാൽ ഹീസ് ദ ആപ്പിൾ ഓഫ് മൈ ഐ എന്ന് പറഞ്ഞാൽ അവൻ എൻ്റെ കണ്ണിലത്തെ ആപ്പിൾ എന്നല്ല അർത്ഥം. അതിനൊരു വേറൊരു മീനിങ് ഉണ്ട്. എന്താ അതിന്റെ അർത്ഥം? അവൻ എൻ്റെ കണ്ണിലുണ്ണിയാണ്. അതേപോലെ തന്നെ ഹീസ് എ സ്നേക്ക് ഇൻ ദ ഗ്രാസ്. എന്താണ് ഇടിയം? വേറൊരു ഇടിയത്തിന് എക്സാമ്പിൾ ആണ് ഏത്? ഈസ് എ സ്നേക്ക് ഇൻ ദ ഗ്രാസ് എന്ന് പറഞ്ഞാൽ അവനൊരു എന്താണ്, പുല്ലിലുള്ള പാമ്പെന്നല്ല അർത്ഥം. എന്താ അതിന്റെ അർത്ഥം? അവന് വിശ്വസിക്കാൻ കൊള്ളില്ല എന്നാണ് അർത്ഥം. ഹീ ഈസ് എ ഡിസോണസ്റ്റ് പേഴ്സൺ എന്നാണ് എൻ്റെ അർത്ഥം. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, എങ്ങനെ ഇവിടെ ടേൺ ഇറ്റ്സ് ബാക്ക് അപ്പോൺ അസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തള്ളിക്കളയുക അല്ലെങ്കിൽ നമ്മളെ റിജക്റ്റ് ചെയ്യുക എന്നുള്ള അർത്ഥമാണ്. എന്താ അതിന്റെ അർത്ഥം?
ടേൺ യുവർ ബാക്ക് ഓൺ സംബഡി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നമ്മളെ തള്ളിക്കളയുകയാണ്, നമ്മൾ റിജക്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, പുസ്തകം എന്ത് ചെയ്യുന്നില്ല? നമ്മുടെ കഷ്ടപ്പാട് വരുമ്പോൾ നമ്മളെ തള്ളിക്കളയില്ല എന്നാണ് ഈ സെന്റൻസിന്റെ അർത്ഥം. ഓക്കെ, ഒരു പുസ്തകം നമ്മുടെ ആപത്തിൽ നമ്മളെ തള്ളിക്കളയില്ല. പിന്നെ അടുത്ത സെന്റൻസിന്റെ അർത്ഥം എന്താണ്? ഇറ്റ് ഓൾവേസ് റിസീവ്സ് us with the same kindness, amusing and instructing us in youth and consoling us in ഓൾഡ് ഏജ്. എന്താണ് കൺസോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ? എന്താ? സമാധാനിപ്പിക്കുക, ആശ്വസിപ്പിക്കുക എന്നാണ് കൺസോളിന്റെ അർത്ഥം. എന്താണ് കൺസോളിന്റെ അർത്ഥം ഫ്രണ്ട്സ്? ആശ്വസിപ്പിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ ഒരു പുസ്തകം എപ്പോഴും എന്താണ്? നമുക്ക് ആവശ്യമുള്ള നിർദ്ദേശങ്ങൾ തരുന്നു. അതേപോലെ തന്നെ നമ്മളെ അപ്പം നമ്മുടെ യൗവനത്തില് നമുക്ക് ആവശ്യമുള്ള നിർദ്ദേശങ്ങൾ തരുന്നു. നമ്മുടെ വാർദ്ധക്യത്തില് അത് നമ്മളെ ആശ്വസിപ്പിക്കുന്നു. അതാണ് ഈ സെന്റൻസിന്റെ അർത്ഥം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്കിത് മനസ്സിലായിട്ടില്ലെങ്കിൽ, നിങ്ങൾ ഒരു തവണ വായിച്ചിട്ട് മനസ്സിലായില്ലെങ്കിൽ പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല, ഒന്നും കൂടി വായിച്ചു നോക്കണം. നിങ്ങൾക്ക് ഫസ്റ്റ് റീഡിങ്ങിൽ മനസ്സിലായിട്ടില്ലെങ്കിൽ രണ്ടാമത് നിങ്ങൾ എന്തായാലും വായിച്ചു നോക്കണം. ഇങ്ങനെ രണ്ടാമതും വായിച്ചു നോക്കി നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പാസേജിന് ഒരു ടൈറ്റിൽ ഇട്ട് കൊടുക്കാം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്താണ് ഈ ഒരു ടോപ്പിക്കിന്റെ, ഈ പാസേജിന്റെ ഒരു മെയിൻ ഐഡിയ എന്താണ്. ഒരു നല്ല പുസ്തകത്തിന്റെ പ്രാധാന്യത്തിനെ കുറിച്ചിട്ടാണ് ഇവിടെ ഈ പാസേജിൽ പറയുന്നത്, അല്ലെ? എന്താണ് ഒരു നല്ല പുസ്തകത്തിന്റെ ഇമ്പോർട്ടൻസ്, പ്രാധാന്യം, അല്ലെ? മലയാളത്തിൽ പ്രാധാന്യം എന്ന് പറയുന്നില്ല, ഇംഗ്ലീഷിൽ ഇമ്പോർട്ടൻസ് എന്ന് പറയും. അപ്പൊ എന്താണ് ഒരു ടോപ്പിക്? ദ ഇമ്പോർട്ടൻസ് of a good book. The importance of a good book. ഏതെങ്കിലും ഒരു പുസ്തകത്തിന്റെ പ്രാധാന്യമല്ല, നല്ല പുസ്തകത്തിന്റെ പ്രാധാന്യം, അതാണ് ടോപ്പിക്. അപ്പൊ നിങ്ങൾ എപ്പോഴും വായിച്ചു നോക്കിയതിനു ശേഷം ഈ പാസേജിന് ഒരു ടൈറ്റിൽ ഇട്ട് കൊടുക്കാൻ നോക്കാം. അപ്പൊ നിങ്ങൾ പ്രിസ് എഴുതുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ മെയിൻ ഐഡിയ കുറച്ചും കൂടി വ്യക്തതയോടുകൂടി മനസ്സിലാവും. അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഐഡിയാസ് മാത്രം നമ്മൾ നമ്മുടെ പ്രസ്സയിൽ ഉൾപ്പെടുത്തിയാൽ മതിയാവും. അപ്പൊ ആദ്യം തന്നെ എന്താണ് ഒരു നല്ല പുസ്തകത്തിന്റെ പ്രാധാന്യം? നമുക്കറിയാം, ഇവിടെ ഫസ്റ്റ് തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇത് നമ്മുടെ ക്യാരക്ടറിനെ ഷേപ്പ് ചെയ്യണു. അതല്ലേ ഈ ഫസ്റ്റ് സെന്റൻസിന് അർത്ഥം? എ മാൻ മേ യൂഷ്വലി ബി നോൺ ബൈ ദ ബുക്സ് ഹി റീഡ്സ് ആസ് വെൽ ആസ് ദ കമ്പനി ഹി കീപ്സ്. അതായത് നമ്മുടെ ഫ്രണ്ട്സ് ആരാണോ, നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങൾ എന്താണോ, അതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ വ്യക്തിത്വം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ ബിഹേവിയർ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കുന്നു എന്ത്? ഒരു നല്ല പുസ്തകം. നല്ല പുസ്തകം മാത്രമല്ല, നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ വ്യക്തിത്വത്തിനെ അത് ബാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ ഒരു പ്രഭാവമുണ്ട് അതിന്റെ മുകളിൽ, അല്ലെ? അപ്പൊ നമുക്ക് എന്താണ്, ഈ സെന്റൻസ് എന്തായാലും ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ നെക്സ്റ്റ് സെന്റൻസ് അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഫോർ ദർ ഇസ് എ കമ്പാനിയൻഷിപ്പ് ഓഫ് ബുക്സ് ആസ് വെൽ ആസ് ഓഫ് മെൻ. അത് അത്ര ആവശ്യമില്ല. പക്ഷെ ഒരു കാര്യം പറയുന്നുണ്ട്, ഫ്രണ്ട്സ് ആയാലും പുസ്തകമായാലും നല്ലത് വേണം തിരഞ്ഞെടുക്കാൻ. അത് ഒരു ഇമ്പോർട്ടന്റ് ഐഡിയ ആണ്. അപ്പൊ അത് നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളിത് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ടൈറ്റിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് മെയിൻ ഐഡിയ മനസ്സിലാവും. ടൈറ്റിൽ എന്തിനാ ഇടാൻ പറയുന്നത്? ടൈറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ പാസേജിന്റെ മെയിൻ ഐഡിയ മനസ്സിലാവുള്ളൂ. മെയിൻ ഐഡിയ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് അണ്ടർലൈൻ ചെയ്യണം. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അണ്ടർലൈൻ ചെയ്യണം. അപ്പൊ അതാണ് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, റൈറ്റ്. ഇനി അടുത്ത എന്താണ് എഴുതിയിട്ടുള്ളത്? ഗുഡ് ബുക്ക് മേ ബി എമംഗ് ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ്. ഇറ്റ് ഈസ് ദ സെയിം ടുഡേ ദാറ്റ് ഈസ് ഓൾവേസ് വാസ് ആൻഡ് ഇറ്റ് വിൽ നെവർ ചേഞ്ച്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് പേഷ്യന്റ് ആൻഡ് ചിയർഫുൾ ഓഫ് കമ്പനീസ്. അപ്പൊ നല്ലൊരു സുഹൃത്താണ് ഒരു പുസ്തകം നല്ലൊരു സുഹൃത്താണ്, വളരെ ക്ഷമാശീലുള്ള സുഹൃത്താണ്, വളരെ ഹാപ്പി ചിയർഫുൾ മൂഡിലുള്ള ഒരു സുഹൃത്താണ്, എപ്പോഴും സന്തോഷവാനായിരിക്കുന്ന ഒരു സുഹൃത്താണ്. അപ്പൊ അത് നമ്മൾ എഴുതണം. അതേപോലെ തന്നെ
എപ്പോഴും അങ്ങനത്തെ തന്നെയാണ്. എന്താണ്, ഇന്ന് മാത്രമല്ല പണ്ടും അങ്ങനെയായിരുന്നു, ഇന്നും അങ്ങനെ തന്നെയാണ്. ആ ഐഡിയയും ഇമ്പോർട്ടന്റ് തന്നെയാണ്. നെക്സ്റ്റ് സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഡസ് നോട്ട് ടേൺ ഇറ്റ്സ് ബാക്ക് അപ്പോൺ us ഇൻ ടൈംസ് ഓഫ് അഡ്വേഴ്സിറ്റീസ് ഓർ ഡിസ്ട്രസ്. നമ്മുടെ ആപത്തില് നമ്മളെ സഹായിക്കും. പിന്നെന്താണ്, നമ്മുടെ ആപത്ത് കാലത്ത്, നമ്മുടെ യൗവനത്തിൽ നമ്മളെ നിർദ്ദേശങ്ങൾ തരുന്നു, നമ്മുടെ വാർദ്ധക്യത്തിൽ നമ്മളെ ആശ്വസിപ്പിക്കുന്നു. ഇതൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐഡിയാസ് തന്നെയാണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ 1/3 ആക്കി കുറയ്ക്കണം. അപ്പൊ അതായത് സെന്റൻസുകളുടെ ലെങ്ത് നമ്മൾ കുറയ്ക്കുകയാണ് വേണ്ടത് ഇനി ഇവിടെ ചെയ്യേണ്ടത്. കാരണം ഇതിൽ മിക്ക സെന്റൻസുകളും നമുക്ക് പ്രധാനപ്പെട്ടത് തന്നെയാണ്. അപ്പൊ നമുക്ക് ഈ സെന്റൻസുകളുടെ ലെങ്ത് നമ്മൾ കുറയ്ക്കണം. അപ്പൊ അതിനുള്ള ചില മെത്തേഡ്സ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു അല്ലേ? ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഇവിടെ നമ്മള് ഇവിടെ നേരത്തെ ഒരു ഇഡിയം കണ്ടു അല്ലേ? ടേൺ ഇറ്റ്സ് ബാക്ക് അപ്പോൺ us. നമ്മൾ ഇഡിയംസ് ഒക്കെ കാണുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? അതിനൊക്കെ നമ്മൾ നോർമൽ വേർഡ്സ് ആയിട്ട് എഴുതണം. ഇഡിയംസ് ഒന്നും നമ്മൾ വീണ്ടും നമ്മുടെ പ്രസ്സിൽ എടുത്ത് എഴുതാൻ പാടില്ല. ആ കാരണം പ്രസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ലാംഗ്വേജിലാണ് പ്രസ് എഴുതേണ്ടത്. റൈറ്ററിന്റെ പാസേജിന്റെ ലാംഗ്വേജിലല്ല നമ്മൾ പ്രസ് എഴുതേണ്ടത്, നമ്മുടെ ലാംഗ്വേജിലാണ് പ്രസ് എഴുതേണ്ടത്. അപ്പൊ നമുക്ക് ഇതിനെ ഈ അവഗണിക്കുക എന്നുള്ള അർത്ഥമുള്ള ഇഡിയമാണ് ഏത്? ടേൺ യുവർ ബാക്ക് ഓൺ സംബഡി. അതിന് പകരം നമുക്ക് റിജക്റ്റ് എന്ന് എഴുതിക്കൂടെ? റിജക്റ്റ് എന്ന് നമുക്ക് എഴുതാം അല്ലേ? ഉപേക്ഷിക്കുക, തള്ളിക്കളയുക, റിജക്റ്റ്. അതേപോലെ തന്നെ ഇൻ ടൈംസ് ഓഫ് അഡ്വേഴ്സിറ്റീസ് ഓർ ഡിസ്ട്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫ്രേസ് ആണ് അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, നമുക്ക് ഫ്രേസുകൾ നമുക്ക് എന്തായിട്ട് ചെറുതാക്കാം? വേർഡുകളായിട്ട് നമുക്ക് ചെറുതാക്കാം. അപ്പൊ ഇൻ ടൈംസ് ഓഫ് അഡ്വേഴ്സിറ്റി ഓർ ഡിസ്ട്രസ് നമുക്ക് എന്താക്കി മാറ്റാം? ഇൻ മിസ്ഫോർച്യൂൺ എന്നാക്കി നമുക്ക് എഴുതാം. എന്തായിട്ട് എഴുതാം? ഇൻ മിസ്ഫോർച്യൂൺ. അപ്പോ എന്ത് ചെയ്തു? നമ്മൾ ഒരു ഫ്രേസിനെ നമ്മൾ ഒരു വേർഡാക്കി മാറ്റുകയാണ് നമ്മൾ ചെയ്തത് അല്ലേ? ഇൻ ടൈംസ് ഓഫ് അഡ്വേഴ്സിറ്റീസ് ഓർ ഡിസ്ട്രസ് നമ്മൾ എന്താക്കി മാറ്റി? ആ ഫ്രേസിനെ നമ്മൾ ഇൻ മിസ്ഫോർച്യൂൺസ് എന്നാക്കാം. പ്ലൂറൽ അല്ലേ? മിസ്ഫോർച്യൂൺസ് നമ്മൾ ആക്കി മാറ്റാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ പ്രസ് നമുക്ക് എഴുതാം. 1 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. റൈറ്റ്, യെസ്, നമുക്ക് ഇതിന്റെ പ്രസ് എഴുതി നോക്കാം. അപ്പൊ ഫസ്റ്റ് ഐഡിയ എന്താണ്? ഒരു നല്ല പുസ്തകങ്ങൾ എന്താണ്, സുഹൃത്തുക്കളെ പോലെ തന്നെ നമ്മുടെ ക്യാരക്ടറിനെ ഷേപ്പ് ചെയ്യണം എന്നുള്ള ഐഡിയ ആണ് നമ്മൾ എഴുതേണ്ടത് അല്ലേ? അപ്പൊ എങ്ങനെയാണ് നമുക്ക് എഴുതാം? ഗുഡ് ബുക്സ് ഫ്രണ്ട്സിനെ പോലെ തന്നെ അല്ലേ? ലൈക്ക് ഫ്രണ്ട്സ് ഷേപ്പ് അവർ പേഴ്സണാലിറ്റി അല്ലേ? പേഴ്സണാലിറ്റിന്നോ ക്യാരക്ടറിനോ ബിഹേവിയറിനോ ഒക്കെ നമുക്ക് എഴുതാം അല്ലേ? ഇതല്ലേ നമ്മുടെ ഫസ്റ്റ് നമ്മൾ എഴുതേണ്ട കാര്യം. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഐഡിയ വന്നു. ഇനി എന്താണ്? ഒരു നല്ല പുസ്തകം എന്താണ്? ഒരു നല്ല ഫ്രണ്ട് ആണ് അല്ലേ? എ ഗുഡ് ബുക്ക് ഈസ് എ ഗുഡ് ഫ്രണ്ട്. അങ്ങനെ എഴുതാമോ? ഇവിടെ ഈ ഒരു ഐഡിയ ഉണ്ട് അല്ലേ? അല്ല, അപ്പോൾ അതുകൊണ്ട് എന്താണ്? അതുകൊണ്ട് നമ്മൾ അതല്ല ഐഡിയ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ബുക്സ് തിരഞ്ഞെടുക്കണം എന്നല്ല ഐഡിയ വേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് എഴുതണം? സോ എന്താ എഴുതാ? പീപ്പിൾ have to choose good books. അതല്ല ഐഡിയ വന്നിട്ടുള്ളത്. ഗുഡ് ബുക്സ്. ഓക്കെ,
ഇനി അടുത്തത് എന്താ പറയേണ്ടത്? നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ലാംഗ്വേജിലാണ് നമ്മൾ എഴുതേണ്ടത് കേട്ടോ. നമ്മൾ ഇവിടെയുള്ള ലാംഗ്വേജ് അല്ല എഴുതേണ്ടത്. നമ്മൾ നമ്മുടെ ലാംഗ്വേജിലോട്ട് ആക്കി മാറ്റണം. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു നല്ല ബുക്ക് എന്താണ്? ഒരു നല്ല ബുക്കിന്റെ ഡെഫിനിഷനാണ് ഈ നെക്സ്റ്റ് 3 സെന്റൻസുകൾ പറഞ്ഞിട്ടുള്ളത്. അത് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. പണ്ടുമല്ല പണ്ടല്ല, ഇന്നും നാളെയും അങ്ങനെ തന്നെയായിരിക്കും. അത് പേഷ്യന്റ് ആണ്. അത് ചിയർഫുൾ ആണ്. അല്ലേ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? അപ്പൊ ഇനി ഗുഡ് ബുക്കിന്റെ ഡെഫിനിഷനാണ് ഇനി ഈ 3 സെന്റൻസുകൾ കണ്ടോ നിങ്ങൾ? ഏതാണെന്നറിയോ? ഈ 3 സെന്റൻസുകൾ ഇവിടെ നിന്ന് മുതൽ സെക്കൻഡ് യാ ഇവിടെ നിന്ന് മുതൽ ഇവിടം വരെയുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? ഒരു സെന്റൻസ് ആയിട്ട് എഴുതാം. എങ്ങനെ? ശ്രമിച്ചു നോക്കാം. എ ഗുഡ് ബുക്ക് ഈസ് എ പേഷ്യന്റ് എന്ന് പറയുന്നുണ്ട്. ഹാപ്പി എന്താണ്, ചിയർഫുൾ എന്നുള്ള അതേ മീനിങ് തന്നെയാണ് എന്തിനുള്ളത്? ഹാപ്പിക്കുള്ളത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ലാംഗ്വേജിലാണ് നമ്മൾ എഴുതേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഹാപ്പി ആക്കി മാറ്റി. അപ്പോൾ എ ഗുഡ് ബുക്ക് ഈസ് എ പേഷ്യന്റ്, ഹാപ്പി, പിന്നെന്താണ്? നമ്മൾ ഈ ഐഡിയ ഇല്ലേ, ഇറ്റ് ഈസ് ദ സെയിം ടുഡേ, ദാറ്റ് ഈസ് ഓൾവേസ് വാസ് ആൻഡ് ഇറ്റ് വിൽ നെവർ ചേഞ്ച് എന്നുള്ളത് നമ്മളൊരു സിംഗിൾ വേർഡ് ആക്കി നമ്മൾ എഴുതാണ്. എന്താണ്? ആൻഡ് ലൈഫ് ലോങ് ഫ്രണ്ട് ആണ്. അല്ലേ? റൈറ്റ്. അപ്പൊ ആ ഐഡിയയും എഴുതി. ഇനി നമുക്ക് നെക്സ്റ്റ് 3 സെന്റൻസുകളാണ് നോക്കേണ്ടത്. നല്ല പുസ്തകങ്ങൾ നമ്മൾ ഒരിക്കലും നമ്മളെ ആപത്തിൽ നമ്മളെ വേർപിരിയില്ല. അതേപോലെ തന്നെ നമ്മുടെ യൗവനത്തിൽ അത് നമുക്ക് നിർദ്ദേശങ്ങൾ തരുന്നു. നമ്മുടെ വാർദ്ധക്യത്തിൽ നമ്മൾ ആശ്വസിപ്പിക്കുന്നു. ആ ഐഡിയ നമുക്കൊരു സിംഗിൾ സെന്റൻസിൽ നമുക്ക് എഴുതിക്കൂടെ? ഗുഡ് ബുക്ക് ഈസ് എ പേഷ്യന്റ് ലോങ് ഫ്രണ്ട്. ഇറ്റ് ഹെൽപ്സ് എ പേഴ്സൺ. നമുക്കറിയാം നമ്മൾ തേർഡ് പേഴ്സണിലാണ് എഴുതേണ്ടത്. അപ്പോൾ ഹെൽപ്സ് യു എന്ന് എഴുതാം. യു എന്നല്ല എഴുതേണ്ടത്. യു സെക്കൻഡ് പേഴ്സണിലാണ് അല്ലേ? നമ്മൾ തേർഡ് പേഴ്സണിലാണ് എപ്പോഴും നമ്മൾ പ്രൈസ് എഴുതേണ്ടത്. ഇറ്റ് ഹെൽപ്സ് എ പേഴ്സൺ ഇൻ ഹിസ് ഒന്നും വേണ്ട അല്ലേ? ഇൻ മിസ്ഫോർച്യൂൺസ് എന്ന് എഴുതാം. നമ്മൾ പഠിച്ചു അല്ലേ? എന്തുകൊണ്ടാണ് മിസ്ഫോർച്യൂൺസ് എന്ന് ഉപയോഗിക്കാൻ കാരണം? ഇൻ ടൈംസ് ഓഫ് അഡ്വേഴ്സിറ്റീസ് ഓർ ഡിസ്ട്രസിന് പകരം ഉപയോഗിക്കുന്ന വേർഡാണ് മിസ്ഫോർച്യൂൺ. അതേപോലെ തന്നെ നമ്മൾ ഇറ്റ് ഡസ് നോട്ട് ടേൺ ഇറ്റ്സ് ബാക്ക് അപ്പോൺ us എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപേക്ഷിക്കുന്നില്ല, അതായത് നമ്മളെ സഹായിക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഹെൽപ്സ് എന്ന് പറഞ്ഞ വേർഡ് നമ്മൾ യൂസ് ചെയ്യാൻ കാരണം. ആ ഇഡിയം നമ്മൾ എടുത്ത് എഴുതരുത്. ഓക്കെ? ഒരിക്കലും ഇഡിയം നമ്മൾ അങ്ങനെ തന്നെ എടുത്ത് എഴുതരുത്. അതിനെ നമ്മൾ നമ്മുടെ ലാംഗ്വേജിലോട്ട് ആക്കി മാറ്റണം. ഇറ്റ് ഹെൽപ്സ് എ പേഴ്സൺ ഇൻ മിസ്ഫോർച്യൂൺസ്. പിന്നെന്താ ചെയ്യുന്നേ? ഗൈഡ്സ് ഹിം ഇൻ യൂത്ത്. അല്ല, യൗവനത്തില് ഇൻ യൂത്ത് ആൻഡ് അവിടെ കൺസോൾ എന്നാണ് എഴുതിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് കംഫർട്ട് ആക്കി മാറ്റാം. രണ്ടും സെയിം അർത്ഥമാണ് അല്ലേ? കംഫർട്സ് ഗൈഡ്സ് ഹിം ഇൻ യൂത്ത് ആൻഡ് കംഫർട്സ് ഹിം ഇൻ ഓൾഡ് ഏജ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത് നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഇതിന്റെ ലെങ്ത് കുറച്ചു. ഇതിന് ഒറിജിനൽ പാസേജിൽ 115 വേർഡ്സ് ആണ് ഉണ്ടായിരുന്നത്. ഇതിപ്പം 37, ഏതാണ്ട് 37 വേർഡ്സ് ആയിട്ട് നമ്മളത് കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഫ്രണ്ട്സ് പ്രസ് എഴുതേണ്ടത്. എന്താ പറയാ, നിങ്ങളൊന്ന് എഴുതിന ശേഷം ഒന്ന് വായിച്ചു നോക്കാം. അത് ഓർഗനൈസ്ഡ് ആയിട്ട് എഴുതിയിട്ടുണ്ടോ? വല്ല സ്പെല്ലിംഗ് എറേഴ്സോ പങ്ക്ച്വേഷൻ എറേഴ്സോ എന്താണ് ഗ്രാമറിന്റെ ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടോ നോക്കി നോക്കാം. അപ്പൊ എന്താണ് എഴുതിയിട്ടുള്ളത്? ഗുഡ് ബുക്സ് ലൈക്ക് ഫ്രണ്ട്സ് ഷേപ്പ് അവർ പേഴ്സണാലിറ്റി, സോ പീപ്പിൾ ഹാവ് ടു ചൂസ് ഗുഡ് ബുക്സ്. എ ഗുഡ് ബുക്ക് ഈസ് എ പേഷ്യന്റ്, ഹാപ്പി ആൻഡ് എ ലോങ് ആൻഡ് ഒരു എ വേണം അല്ലേ? ആൻഡ് എ ലൈഫ് ലോങ് ഫ്രണ്ട് എന്ന് വേണം. ഇറ്റ് ഹെൽപ്സ് എ പേഴ്സൺ ഇൻ മിസ്ഫോർച്യൂൺസ്, ഗൈഡ്സ് ഹിം ഇൻ യൂത്ത് ആൻഡ് കംഫർട്സ് ഹിം ഇൻ ഓൾഡ് ഏജ്. അപ്പൊ നമ്മൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമ്മുടെ പ്രസ് തയ്യാറായി. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നല്ല വൊക്കാബുലറി നമുക്ക് വേണം. സോറി. അതേപോലെ തന്നെ നമുക്ക് എന്ത് വേണം, ഗ്രാമറിന്റെ ഒരു നല്ല ഐഡിയ വേണം. എന്നാൽ മാത്രമേ നമുക്ക് പ്രസ്സേ നല്ല പ്രസ്സേ എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ടോപ്പിക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടണം. താങ്ക് യു വെരി മച്ച്. ബൈ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ റീഡിംഗ് കോംപ്രഹെൻഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം.